ദേശീയപാതയിലെ നിർമ്മാണത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ഗതാഗത മന്ത്രാലയം. നിർമ്മാണത്തിന് മുൻപ് ഭൂമിയുടെ അവസ്ഥ പരിശോധിച്ചില്ലെന്നും ഭൂമി ബലപ്പെടുത്തുന്നതിൽ അശ്രദ്ധ കാണിച്ചുവെന്നും ഗതാഗത മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും. ആദിൽ പാലോട്, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആണ് ഇപ്പോൾ, നാഷണൽ ഹൈവേസ് ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ആ കുറിപ്പിൽ കമ്പനിയെ കുറ്റപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ, റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ദേശീയപാതയുടെ ഈ മണ്ണെടുക്കലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മണ്ണിന്റെ ബലപരീക്ഷണം നടത്തിയിട്ടില്ല. അടിമണ്ണ് ഇളകിപ്പോയതാണ് പ്രധാനപ്പെട്ട കാരണം. അതിന് ബലക്ഷയം സംഭവിച്ചു. അത് കരാർ കമ്പനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണോ ഇപ്പോൾ ഗതാഗത മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നത്? ആ അർത്ഥത്തിൽ വീഴ്ച പൂർണ്ണമായും കരാർ കമ്പനിക്കെന്ന് ഉറപ്പിക്കുകയാണോ ഗതാഗത മന്ത്രാലയം? തീർച്ചയായും അരുൺകുമാർ, ഇത് വെറും ഒരു പ്രഥമ ദൃഷ്ടിയാൽ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വിദഗ്ധ സംഘം, IIT-യിലെ ഒരു റിട്ടയർഡ് പ്രൊഫസറുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം ഈ പ്രദേശം നിരീക്ഷിച്ചിരുന്നു, പഠിച്ചിരുന്നു, സന്ദർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഗതാഗത മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, കൃത്യമായ വീഴ്ച ഈ കരാർ കമ്പനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഗതാഗത മന്ത്രാലയം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. കരാറുകാരന്റെ ചെലവിൽ തന്നെ ഇനി നിർമ്മാണം പൂർത്തീകരിക്കും എന്നുകൂടി ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കുന്നു. നിർമ്മാണം ആരംഭിക്കും മുമ്പ് ഭൂമിയുടെ ബലം പരീക്ഷിക്കണമായിരുന്നു, ബലപരിശോധന നടത്തണമായിരുന്നു എന്നുള്ളതാണ്. നിർമ്മാണത്തിന് മുൻപ് ഭൂമിയുടെ അവസ്ഥ പരിശോധിച്ചിരുന്നില്ല എന്ന കൃത്യമായ കണ്ടെത്തൽ അത് ഗതാഗത മന്ത്രാലയം സ്ഥിരീകരിക്കുകയാണ്. ഒപ്പം ഈ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ള 3-അംഗ സമിതി മറ്റിടങ്ങളിലും, നമ്മളിപ്പോൾ ഈ മലപ്പുറത്ത് മാത്രമല്ല, വടക്കൻ മലബാറിന്റെ പല മേഖലകളിലും ഈ പ്രശ്നമുണ്ട്. ആ പ്രശ്നമുള്ള മേഖലകളെല്ലാം ഈ വിദഗ്ധ സമിതി പഠനം നടത്തുമെന്നും സന്ദർശിക്കുമെന്നും കൂടി ഗതാഗത മന്ത്രാലയം അറിയിക്കുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള വീഴ്ചയ്ക്ക് കരാർ കമ്പനിയിലെ പ്രൊജക്ട് മാനേജരെയും കൺസൾട്ടൻസിയിലെ ടീം ലീഡറെയും സസ്പെൻഡ് ചെയ്തതായും ഇപ്പോൾ ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്ത വിവരം കൂടി ഗതാഗത മന്ത്രാലയം അറിയിക്കുന്നു. കടുത്ത നടപടിയിലേക്ക് പോകുന്നു. വീഴ്ച സംഭവിച്ചു എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുകയാണ് ഗതാഗത മന്ത്രാലയം. അരുൺ, ആദിൽ പാലോടാണ് ഡൽഹിയിൽ നിന്നും ഗതാഗത മന്ത്രാലയത്തിന്റെ പത്രക്കുറിപ്പിലെ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്.